നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഓണംതുരുത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കൈപ്പുഴ, നീണ്ടൂർ സൗത്ത് എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന സബ് സെന്ററുകളുടെ ശിലാസ്ഥാപന കർമ്മവും മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. കൈപ്പുഴ സെന്റ് ജോർജ് VHS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം വഴി 1.43 കോടി രൂപ ചെലവിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്ര നിർമ്മാണം. സബ് സെന്ററുകൾ 55 ലക്ഷം രൂപ വീതം ചെലവിടും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PD ബാബു, MK ശശി, KS രാഗിണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി, ഷൈനു ഓമനക്കുട്ടൻ, മരിയ ഗോരേത്തി, ലൂയി മേടയിൽ, മായ ബൈജു, പുഷ്പമ്മ തോമസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ സുകുമാരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ മരിയ അഗസ്റ്റിൻ, സെക്രട്ടറി K. സുരേഷ്, CDS ചെയർപേഴ്സൺ NJ റോസമ്മ എന്നിവർ പങ്കെടുത്തു. പുതിയ കാലഘട്ടത്തിനനുസരിച്ച വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 1,43 ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നാളുകളിൽ ആ കുടുംബാരോഗ്യ കേന്ദ്രം കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചും രോഗികൾക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് വലിയൊരു കാര്യമായി ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം മാറുകയാണ്. കൈപ്പുഴ നീണ്ടൂർ സൗത്ത് സബ് സെൻ്ററുകളുടെയും നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയാണ് 55 ലക്ഷം രൂപ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് 1,10 ലക്ഷമാവും, മറ്റത് 1,43 ലക്ഷമാകും. i4A News, ഏറ്റുമാനൂർ.